Hi, good morning everyone. Today we are going to study about the refrigeration and air conditioning, class number 1. And today's topics are introduction about the refrigeration and some history and methods of refrigeration. So what is introduction to the refrigeration? What is refrigeration actually? It's a process of achieving and maintaining the temperature below that of surroundings, and the aim is being to cool some product or a space to the required temperature. And the most important application of the refrigeration has been the preservation of the perishable food products by storing them at lower temperature. അതായത് എന്താണ് റെഫ്രിജറേഷൻ? അതായത് നമ്മൾ സറൗണ്ടിങ് ടെമ്പറേച്ചേഴ്സിനേക്കാൾ വളരെയധികം കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിലേക്ക് ഒരു ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പേസിനെയോ എത്തിക്കുക. അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഫ്രിജറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കപ്പ് ചായ ഉണ്ട്, ഒരു ടീ. സോ ആ ഒരു കപ്പ് ടീ ഏകദേശം സാധാരണ ചൂടായിട്ടുള്ളൊരു ചായ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിനെ സറൗണ്ടിങ്സിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തണുക്കും. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫൈനലി എത്തിച്ചേരുന്നത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ ആ ഒരു ടെമ്പറേച്ചറിലാണ് അത് എത്തിച്ചേരുന്നത്. എന്നാൽ നേരെ മറിച്ച് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് വീണ്ടും അതിനെ നമ്മൾ ഒരു കമ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ യൂണിറ്റിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചറിനെ വീണ്ടും കുറയ്ക്കാൻ സാധിക്കും. അതായത് ഒരു 25 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് സാധാരണഗതിയിൽ അതൊരു ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ നമുക്ക് തുറസായ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 25 ഡിഗ്രി ടെമ്പറേച്ചർ വരെ എത്തിക്കാൻ സാധിക്കും. പക്ഷേ വീണ്ടും അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നും വീണ്ടും അതിനുള്ള ആ ഒരു 25 ഡിഗ്രി ടെമ്പറേച്ചറിനെ നോർമൽ ടെമ്പറേച്ചറിനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മളുടെ ഈ ഒരു റെഫ്രിജറേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. സോ ഒരു റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിലോ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ചായ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും കൂൾ ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഒരു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണമെങ്കിൽ നമുക്ക് അതിനെ ഐസ് വരെ ആക്കി മാറ്റാൻ സാധിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അതിനെ നമുക്ക് ടെമ്പറേച്ചർ -5 അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. സോ അതാണ് റെഫ്രിജറേഷൻ എന്ന് ഉപയോഗിക്കുന്നത്. ഈ റെഫ്രിജറേഷനിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനാണ് നമ്മൾ റെഫ്രിജറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി. സോ പ്രധാനമായിട്ട് നമ്മൾ ഈ റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ലൈക്ക് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ചില കെമിക്കൽസ് അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ മരുന്നുകൾ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ഫുഡ് ഐറ്റംസ്, കേടുവരുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന തലേ ദിവസം ഉണ്ടാക്കിയ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന ഈ റെഫ്രിജറേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് വേറൊരു ചില ഉപകാരങ്ങൾ, അതായത് നമ്മൾ ഈ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തണുപ്പിക്കുക എന്നതുകൊണ്ട് നമുക്ക് ഹ്യൂമൻ കംഫോർട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ കംഫോർട്ടിന് വേണ്ടി തെർമൽ ഹ്യൂമൻ കംഫോർട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദേ ആർ യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് എ തെർമൽ കംഫോർട്ട് ടു ദ ഹ്യൂമൻ ബീയിങ്സ് ബൈ മീൻസ് ഓഫ് എയർ കണ്ടീഷനിങ്. അപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന പേരിലാണ് നമ്മളത് അറിയപ്പെടുന്നത് ആക്ച്വലി. സോ എന്താണ് എയർ കണ്ടീഷനിങ്? വാട്ട് ഈസ് എയർ കണ്ടീഷനിങ്? സോ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എയർ so as to simultaneously control its temperature, moisture content, cleanliness, and odor and circulation as required by the occupants and as a process or products in the space. അതായത് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. അതായത് എയർ കണ്ടീഷനിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയറിനെ ട്രീറ്റ് ചെയ്യാണ്. ആസ് പെർ ദി ആ ഒരു ഹെഡിങ്ങിൽ തന്നെ തന്ന പ്രകാരം എയറിനെ കണ്ടീഷനിങ് ചെയ്യാണ്. ലൈക്ക് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണ്, ആ എയറിനെ ട്രീറ്റ് ചെയ്യുകയാണ്. എയറിൽ നിങ്ങൾക്കറിയാം, അതായത് അതിൻ്റെ ടെമ്പറേച്ചറിനെ, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റ്, അതുകൂടാതെ അതിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ബാഡ് സ്മെൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. നിങ്ങൾക്കറിയാം റൂമിലൊക്കെ ചില സമയത്ത് എന്തെങ്കിലും കേടുവന്ന വസ്തുക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം റൂമിനൊക്കെ വളരെയധികം ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ റൂമിനകത്തുള്ള എയറിനെ സർക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എയർ കണ്ടീഷനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് റൂമിൽ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ചില സമയത്ത് ഒരു പ്രൊഡക്റ്റിനെ തണുപ്പിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്പേസിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത്. The subject of refrigeration and air conditioning has evoked out of the human need
for food and comfort. So history dates back to the centuries. So ഈ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൊത്തമായിട്ട് ഹ്യൂമൻ നീഡ്, എന്താണ് മനുഷ്യന് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ആവശ്യമുള്ള ഫുഡുകളും, അതുപോലെ തന്നെ അതിനെ പ്രിസർവ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കംഫോർട്ട് ലഭിക്കുക, ഹ്യൂമൻ കംഫോർട്ട് ലഭിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. അതുകൂടാതെ ഇതിലെ കുറേ ഹിസ്റ്ററീസ് ഉണ്ട്, ആ ഹിസ്റ്ററീസും കൂടെ നമ്മൾ അറിയേണ്ടതാണ്. എന്താണ് ഹിസ്റ്ററി ആൻഡ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ? സോ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ദ ഹിസ്റ്ററി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദി അവൈലബിലിറ്റി ഓഫ് ദി റെഫ്രിജറൻറ്റ് ആൻഡ് ദ പ്രൈം മൂവേഴ്സ് ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഇൻ ദ കംപ്രസേഴ്സ് ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ ഓൾ ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. The French scientist Roger Taillevot has written an excellent book on the history of refrigeration throughout the world. സോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് റെഫ്രിജറേഷൻ്റെ ഹിസ്റ്ററി വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു കാര്യമാണ്. അതായത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റെഫ്രിജറൻസിനെ കുറിച്ച്. അതായത് നമുക്ക് മുമ്പ് കാലങ്ങളിൽ നമ്മൾ റെഫ്രിജറൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് റെഫ്രിജറൻസ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ റെഫ്രിജറൻസ് ഉണ്ടായത്, അതുപോലെ തന്നെ റെഫ്രിജറൻസിനെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, അതുകൂടാതെ ഇന്നത്തെ റെഫ്രിജറൻസിന് വേണ്ടിയിട്ട് മോട്ടേഴ്സ്, അതായത് നമ്മളുടെ കംപ്രസേഴ്സ് എന്ന് പറയും, അതിനെ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കംപ്രസേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ കംപ്രസറിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് മെത്തേഡിലാണ് നമ്മൾ റെഫ്രിജറേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് റോജർ തൈബോട്ട് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന ബുക്ക് വളരെയധികം വളരെ രസകരമായ ഒരു ബുക്കാണ്. അതിൽ ഈ റെഫ്രിജറേഷൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹിയർ വി പ്രസൻറ്റ് ഓൺലി ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ സബ്ജക്റ്റ് വിത്ത് സ്പെഷ്യൽ മെൻഷൻ ഓഫ് ദി പയനിയേഴ്സ് ഇൻ ദ ഫീൽഡ് ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. ഇവിടെ നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയിൽ കൊടുത്തിരിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടാതെ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് പഴയ കുറേ കാര്യങ്ങൾ, ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു റെഫ്രിജറേഷനിൽ എത്തിച്ചേർന്നത്, ഇന്ന് കാണുന്ന മോഡേൺ റെഫ്രിജറേഷനിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി അറിവുകൾ നമ്മൾ നേടിയിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ പൊതുവായിട്ട് നമുക്ക് ആദ്യം പറയാനുള്ളത്, ഈ ഒരു റെഫ്രിജറേഷനെ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാച്ചുറൽ റെഫ്രിജറേഷൻ എന്ന പേരിലും, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ എന്ന പേരിലും. അപ്പോൾ ഈ നാച്ചുറൽ റെഫ്രിജറേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന പാർട്സുകൾ, അതിലെ കോമ്പണൻസ് എങ്ങനെയൊക്കെയാണ് വന്നത്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലേക്കായിട്ട് ഈ ക്ലാസ്സുകളിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ നാച്ചുറൽ റെഫ്രിജറേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, in older days the refrigeration was achieved by natural means such as a use of ice or evaporative cooling. In earlier times, ice was either transported from colder regions or harvested in winter and stored in ice houses for summer use and made during the night by cooling of water by radiation to the stratosphere. സോ പഴയ കാലങ്ങളിൽ, അല്ലെങ്കിൽ വളരെ ഒരു പുരാതനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, ആ റെഫ്രിജറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് വെച്ച് നമുക്ക് നാച്ചുറൽ മീൻസ് ആയിട്ടാണ്. അല്ലെങ്കിൽ നാച്ചുറൽ മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിൽ നിന്നാണ് നമ്മൾ ഐസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഐസുകളെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഐസിനെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവോപ്പറേറ്റീവ് കൂളിംഗ്, ഈ രണ്ട് രീതിയിലാണ് നമ്മൾ നാച്ചുറൽ റെഫ്രിജറേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഐസിനെ നമുക്ക് ലഭിക്കുന്നത്? ഐസിനെ നമുക്ക് ലഭിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ കോൾഡർ റീജിയൻസ് ലൈക്ക് അമേരിക്ക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അന്റാർട്ടിക്ക, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഐസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുകൂടാതെ ഹാർവെസ്റ്റഡ് ഇൻ വിൻറ്റർ ആൻഡ് സ്റ്റോർഡ് ഇൻ ദി ഐസ് ഹൗസസ് ഫോർ സമ്മർ യൂസ്. അതായത് തണുത്ത സമയത്ത്, അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ നമ്മൾ ഐസിനെ സ്റ്റോർ ചെയ്യുകയും, അതുപോലെ തന്നെ ആ ഐസിനെ നമ്മൾ ഒരു വെയർ ഹൗസിലോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഒരു സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് സ്ഥലങ്ങളിൽ, ഐസ് ഹൗസസ് എന്ന് പറയുമ്പോൾ അതിനെ,
അവിടെ വെച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുകയും അതിന് നമ്മൾ സമ്മർ അല്ലെങ്കിൽ ചൂട് കാലത്ത് നമ്മൾ അതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആൻഡ് ദി മെയ്ഡ് ഓഫ് ഡ്യൂറിങ് ദ നൈറ്റ് ബൈ കൂളിംഗ് ഓഫ് വാട്ടർ ബൈ റേഡിയേഷൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ ഐസ് ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഐസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, റേഡിയേഷൻ ചെയ്യും. റേഡിയേഷനിലൂടെ അതായത് ഹീറ്റിനെ നമ്മൾ ഒഴിവാക്കും. അതായത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അടുത്ത ഒരു പേജിൽ വരുന്നുണ്ട്. അതുകൂടാതെ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലെല്ലാം ഈ പറഞ്ഞ മാതിരി ഐസ് ഹൗസസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഐസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ് ഹൗസസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. So materials like sawdust or the wood shavings were used as an insulating material in the ice houses. Later, the cork was used as an insulating material. So, literature can be reveals that ice has always been available to aristocracy who would afford it. In India, the Mughal emperors were very fond of the ice during the harsh summer in Delhi and Agra, and it happens that the ice uses to be made by nocturnal cooling. സോ നമ്മൾ സാധാരണഗതിയിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് സോഡസ്റ്റ് അല്ലെങ്കിൽ വുഡ് ഷേവിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഐസ് ഹൗസസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഐസ് ഹൗസസ് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻ്റർ കാലങ്ങളിൽ ഈ പറഞ്ഞ മാതിരി ഐസുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അത് സമ്മറിലേക്ക് യൂസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വിൻ്റർ കാലങ്ങളിൽ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉരുകാതെ നോക്കേണ്ടത് നമ്മൾ ഐസ് ഹൗസസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഐസ് ഹൗസസിൽ നമ്മൾ ആ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാം ഏകദേശം 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസമെങ്കിലും മിനിമം നമുക്ക് ഈ ഐസിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഐസിനെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അത് ഉരുകാതെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഐസ് ഹൗസസ് വേണം. ഈ ഐസ് ഹൗസസ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുമ്പ് കാലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് ഷേവിങ്സ് മരത്തിൻ്റെ പാളികളും അതുപോലെ തന്നെ സോഡസ്റ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോർക്ക് ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റിയെടുത്തു. കാരണം കോർക്ക് കുറച്ചും കൂടി ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് കോർക്ക് മെറ്റീരിയലിനെയാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലിറ്ററേച്ചറിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഐസ് ഹാസ് ഓൾവേസ് ബീൻ അവൈലബിൾ ടു അരിസ്റ്റോക്രസി ഹൂ കുഡ് അഫോർഡ് ഇറ്റ്. ഐസ് എപ്പോഴും നമുക്ക് ലഭിക്കുക. അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ കാലങ്ങളിലെ നോട്ട്സുകളും അതുപോലെ പഴയ കാലങ്ങളിലെ ചരിത്ര രേഖകളും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് നമുക്ക് എപ്പം വേണമെങ്കിലും അവൈലബിൾ ആണ്. പക്ഷെ അത് ആർക്കാണ്, അതായത് ആരാൾക്കാണോ ഈ പറഞ്ഞ മാതിരി അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ഐസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അവർക്കാണ് ഈ പറഞ്ഞ മാതിരി ഐസിനെ സ്റ്റോർ ചെയ്യാൻ അവർക്ക് ഈ ഐസ് ഓൾവേസ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ത്യയിൽ മുഗൾ എംപറേഴ്സ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഫൗണ്ട് of ice using the harsh summer in Delhi and Agra, and it appears that the ice used to be made by nocturnal cooling. അതായത് ഈ ഒരു ഡൽഹി അല്ലെങ്കിൽ ആഗ്ര സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ മാതിരി വളരെയധികം സമ്മർ വരുന്ന സമയത്ത് വളരെയധികം ചൂടുകാലവും അതുപോലെ തന്നെ വിൻ്റർ വരുന്നെങ്കിൽ വളരെ തണുപ്പുമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഇവർ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഐസ് യൂസ് ചെയ്തിരുന്നത് നാച്ചുറൽ കൂളിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഐസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ. സോ ഇന്ത്യയിൽ ഐസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നാച്ചുറൽ കൂളിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ 1806 ഫെഡറിക് ട്യൂഡർ began to trade in the ice by cutting it from the Hudson River and ponds of Massachusetts and exporting it to various countries including India. In India, the Tudor's ice was cheaper than the locally manufactured ice by the nocturnal cooling. And the ice trade in North America was a flourishing business. Ice was transported to southern state of America in train and compartments insulated by 0.3 meter of the cork insulation. അതായത് 1806 ഫെഡറിക് ട്യൂഡോർ എന്ന് പറയുന്ന ഒരാൾ, അയാളെ നമ്മൾ വിളിച്ചിരുന്നത് ഐസ് കിങ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവരായിരുന്നു ഈ പറഞ്ഞ മാതിരി എന്താ പറയുക ഐസിനെ ഏറ്റവും കൂടുതലായിട്ട് ട്രേഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഐസ് കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹഡ്സൺ റിവർ എന്ന് പറയുന്ന ഒരു റിവറിനെയും അതുപോലെ തന്നെ അത് നമ്മളെ മെസാച്യൂസെറ്റ്സിൻ്റെ പോൺസുകളെയും അവർ ഐസായി മാറുമായിരുന്നു. ഈ ഐസ് ഉണ്ടാവുന്നതിന് അവരെന്ത് ചെയ്യും, അതിനെ കട്ട് ചെയ്ത് വേരിയസ് കൺട്രീസിലേക്ക്, അതായത് പലതരം കൺട്രീസിലേക്ക് ഇൻക്ലൂഡിങ് ഇന്ത്യ, പല രാജ്യങ്ങളിലേക്കും അവരതിനെ കയറ്റി അയക്കുമായിരുന്നു.
സോ ഇന്ത്യയിൽ ഈ ട്യൂഡേഴ്സിൻ്റെ ഐസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നോക്ഷ്വൽ കൂളിങ്ങിനേക്കാൾ ചീപ്പറായിരുന്നു. അത് വളരെ വില കുറഞ്ഞായിട്ട് നമുക്ക് ഈ പറഞ്ഞ ട്യൂഡേഴ്സിൻ്റെ ഐസ് ലഭിച്ചിരുന്നത്. ആൻഡ് ഐസിനെ നമ്മൾ എന്ത് ചെയ്യുക, നോർത്ത് അമേരിക്ക, ഓക്കെ, ഐസ് ട്രേഡ് ഇൻ നോർത്ത് അമേരിക്ക വാസ് ഫ്ലറിഷിംഗ് ബിസിനസ്. ഈ നോർത്ത് അമേരിക്കയിലെ ഐസ് ട്രേഡ് എന്ന് പറയുന്നത് വളരെയധികം വ്യാപകമായ ഒരു ബിസിനസ് ആയിരുന്നു. ഐസ് വാസ് ട്രാൻസ്പോർട്ടഡ് ഇൻ സൗത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ നോർത്തിൽ നിന്ന് അമേരിക്ക ഈ സൗത്ത് അമേരിക്കയിലേക്ക് ഈ പറഞ്ഞ മാതിരി ട്രാൻസ്പോർട്ട് ചെയ്യും ഇൻ ദ ട്രെയിനിലൂടെ. അതിൽ ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിൽ ഓരോ കമ്പാർട്ട്മെൻറ്റും 0.3 മീറ്റർ, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റേഴ്സ് തിക്നെസ്സിലുള്ള കോർക്ക് ഇൻസുലേഷൻ വെച്ചിട്ടാണ് അവർ ഈ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രെയിനാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിൽ ഈ പറഞ്ഞ മാതിരി 0.3 മീറ്റർ ഓഫ് കോർക്ക് ഇൻസുലേഷൻ, ആ കോർക്ക് ഇൻസുലേഷൻ അവർ ചെയ്തിട്ടിട്ട് അതിനകത്താണ് ഈ ഐസിനെ അവർ സൂക്ഷിച്ചിരുന്നത്. ഈ ട്രേഡിംഗ് ഇൻ ഐസ് വാസ് ഓൾസോ പോപ്പുലർ ഇൻ സെവറൽ അതർ കൺട്രീസ് സച്ച് ആസ് ഗ്രേറ്റ് ബ്രിട്ടൻ, അതുപോലെ തന്നെ റഷ്യ, കാനഡ, നോർവേ ആൻഡ് ഫ്രാൻസ്. ഇതിലെല്ലാം ഈ കൺട്രീസ് എല്ലാം ഈ പറഞ്ഞ മാതിരി ഐസിനെ വളരെയധികം ട്രേഡ് ചെയ്തിരുന്നു. ആൻഡ് ദീസ് കൺട്രീസ് ഐസ് വാസ് ഐദർ ട്രാൻസ്പോർട്ടഡ് ഫ്രം കോൾഡർ റീജിയൻസ് ഓർ ഹാർവെസ്റ്റഡ് ഇൻ വിൻറ്റർ ആൻഡ് സ്റ്റോർഡ് ഇൻ ദി ഐസ് ഹൗസസ് ഫോർ യൂസ് ഇൻ ദി സമ്മർ. ഇപ്പോൾ ഇവിടുത്തെ ഈ കൺട്രീസൊക്കെ അവർ എന്താ ചെയ്തിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതായത് ആവശ്യത്തിന് ഐസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോൾഡർ റീജിയനിൽ നിന്ന് അവരെന്ത് ചെയ്യും, വാങ്ങിച്ചിരുന്നു. അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ വിൻ്റർ സമയത്ത് അവരെന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഐസ് ഹൗസസിൽ അവരത് യൂസ് ചെയ്യും. ഐസ് ഹൗസസിൽ അവർ സ്റ്റോർ ചെയ്ത് അതിനെ സമ്മർ സമയത്ത് അവർ യൂസ് ചെയ്യും. നിങ്ങൾക്കറിയാലോ ഈ കാനഡ, റഷ്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുത്ത കൺട്രീസ് തന്നെയാണ്. അപ്പോൾ ഈ തണുപ്പുള്ള കൺട്രീസിൽ അവർക്ക് ഈ പറഞ്ഞ തണുത്ത ഏരിയ അല്ലെങ്കിൽ തണുത്ത സമയം എന്ന് പറയുന്നത് ഈ വിൻ്റർ സമയങ്ങളിൽ അവരെന്ത് ചെയ്യും, ആ ഐസിനെ അവരെന്ത് ചെയ്യും, ഹാർവെസ്റ്റ് ചെയ്യും. ഓക്കെ, അവരതിനെ സ്റ്റോർ ചെയ്യുകയാണ്, ഈ ഒരു ഐസ് ഹൗസസിൽ സ്റ്റോർ ചെയ്തിട്ട് അവർ സമ്മർ സമയത്ത് അവരതിനെ എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. And the ice trade is reached in the peak in 1872 when America alone exported 225,000 tons of ice to various countries as far as China and Australia. അതായത് ഈ 1872 അമേരിക്ക എന്നെ ശരിക്കും പറഞ്ഞാൽ 2,25,000 ടൺസ് ഓഫ് ഐസിനെ ഈ പറഞ്ഞ ചൈനയിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. സോ അത്രയും പോപ്പുലർ ആയിരുന്നു ഈ പറഞ്ഞ ഈ ഐസ് ട്രേഡ് എന്ന് പറയുന്നത് ആ സമയങ്ങളിൽ. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ വരുന്നത് ആക്ച്വലി. സോ ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ ഈ പറഞ്ഞ ഐസ് ട്രേഡിനെ വളരെയധികം കുറയ്ക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഐസ് ഉണ്ടാക്കുന്നത് ബൈ നോക്ചറൽ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അന്ന് കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഐസിനെ യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതായത് എങ്ങനെയാണ് നമ്മൾ ഐസിനെ ഈ പറഞ്ഞ മാതിരി ഒരു ഉപയോഗങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തൊരു വസ്തുവാണ് ഐസ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ഐസ് ബോക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾ കാണുന്ന ഒരു ബോക്സ് തന്നെയാണ്, ഒരു ബോക്സ് ഷേപ്പ്, ഒരു ഇൻസുലേറ്റഡ് ബോക്സ് ഷേപ്പാണ്. ഈ ബോക്സിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ പീസ് ഓഫ് ഐസ് വയ്ക്കുന്നു. അതുപോലെ തന്നെ മുകൾ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യേണ്ട വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ അത് വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ചെറിയൊരു മെംബ്രെയിൻ പോലത്തെ ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് പ്രോഡക്റ്റുകൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന, ഈ ബോക്സിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് അടിഭാഗത്ത് ഐസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കേടുകൂടാതെ സൂക്ഷിക്കും. നമ്മൾ സാധാരണ ഒരു റെഫ്രിജറേഷൻ കമ്പാർട്ട്മെൻറ്റ് പോലെ, അതായത് നമ്മളൊരു ഫ്രിഡ്ജ് പോലെ ആക്ച്വലി, ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് ഐസ് വയ്ക്കുന്നു, മുകൾ ഭാഗത്ത് നമ്മൾ ഫുഡ് ഐറ്റംസ് വയ്ക്കുന്നു, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഐസ് ബോക്സ് എന്ന് പറയുന്നത് ആക്ച്വലി. സോ അങ്ങനെയാണ് ഈ ഐസിനെ നമ്മൾ സാധാരണയായിട്ട് ഫുഡിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അതിലൊരൊറ്റ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഐസ് ഉരുകി പോകുന്നത് കൊണ്ട് ഐസ് മാറ്റി മാറ്റി നമ്മൾ വെക്കണം. സോ അതായിരുന്നു അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. സോ എനിവേ, എങ്ങനെയാണ് നമ്മൾ ഈ ഐസിനെ നമുക്ക് നോക്ചറൽ കൂളിങ്ങിൽ ഉപയോഗിച്ചുണ്ടാക്കുന്നത്? ഇതൊരു നാച്ചുറൽ മെത്തേഡാണ്. സോ ദി ആർട്ട് ഓഫ് മേക്കിംഗ് ഐസ് ബൈ നോക്ചറൽ കൂളിംഗ് വാസ് പെർഫെക്റ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, so in this method ice was made by keeping a thin layer of water in a shallow earthen tray and then exposing the tray to the night sky. Compacted hay about the 0.3 meter thickness was used as an insulation. ഓക്കെ, സോ എങ്ങനെയാണ് ഐസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് ഈ ഐസ് നോക്ചറൽ കൂളിംഗ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇന്ത്യയിലാണ് അധികവും നമ്മൾ യൂസ് ചെയ്തിരുന്നത്. കാരണം ഇന്ത്യയിൽ ആ സമയത്ത് എന്താ വെച്ചാൽ ഇതിന് 2 കണ്ടീഷൻസാണ് മെയിനായിട്ട് വേണ്ടത് ആക്ച്വലി. അതായത് വളരെയധികം ക്ലിയർ സ്കൈ ആയിരിക്കണം, ആകാശത്തിൽ ഈ പറഞ്ഞ കാർമേഘങ്ങളോ ഒന്നും പാടില്ല, വളരെ ക്ലിയർ സ്കൈ ആയിരിക്കണം. അതുകൂടാതെ ഈ പറഞ്ഞ രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പും ഉണ്ടായിരിക്കണം. അപ്പോൾ അവരാദ്യം ചെയ്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഒരു തിൻ ലെയർ ഓഫ് വാട്ടർ,
അതായത് ആദ്യം അവർ ഭൂമിയിൽ ഒരു ചെറിയൊരു ട്രേ പോലെ ഒരു പ്ലേറ്റ് പോലെ അവരെന്ത് ചെയ്തു കുഴിച്ചെടുക്കും. അതായത് ഒരു എർത്തിന് അവരെന്ത് ചെയ്യും, ഒരു എക്സ്കവേറ്റ് ചെയ്ത് വെക്കും. എക്സ്കവേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു വളരെ കുറഞ്ഞ തിക്നെസ്സിൽ അവരെന്ത് ചെയ്യും, അതിനെ എർത്തിനെ എക്സ്കവേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിലേക്ക് അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ മാതിരി ഇൻസുലേഷൻ ചെയ്യും. അതിന് ചുറ്റും ഇൻസുലേഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നമ്മളൊരു സ്വിമ്മിംഗ് പൂള് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് വിചാരിക്കുക. ഈ സ്വിമ്മിംഗ് പൂളിന് വളരെ ഡെപ്ത് കൂടുതലാണ്, പക്ഷേ ഒരു പകുതി ഡെപ്തുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ഒരു 0.3 മീറ്റർ, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ രാത്രിയാവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ഉണ്ടാവുന്ന ആ ഒരു റേഡിയേഷൻ ഹീറ്റ്, അതായത് സ്ട്രാറ്റോസ്ഫിയർ വളരെയധികം തണുത്തതായിരിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിലുള്ള ആ ഒരു ചൂടിനെ, അതായത് ഏകദേശം പറയുകയാണെങ്കിൽ പറയുന്നത് -55 ആണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തണുപ്പ് എന്ന് പറയുന്നത് ആ സമയത്ത്. അത് വളരെ ഏകദേശം ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വളരെയധികം രാത്രി കാലങ്ങളിൽ, നൈറ്റ് ഒരു 2 o'clock or 3 o'clock 4 o'clock ആ റേഞ്ചിലൊക്കെ. സോ ആ സമയങ്ങളിൽ -55 ടെമ്പറേച്ചറുള്ള സമയത്ത് ഈ പറഞ്ഞ വാട്ടറിൽ നിന്ന് റേഡിയേഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അങ്ങനെ ആ ഒരു ട്രേയിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മാതിരി ആ ട്രേയിൻ്റെ ഉള്ള വാട്ടറിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ്. ആ ഹീറ്റിനെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ്. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ആ ട്രേ നമുക്ക് ഫ്രീസ് ചെയ്ത് ഐസായി മാറുന്നു. സോ ദീസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. അന്നത്തെ കാലത്ത് ഇത് വളരെയധികം പോപ്പുലർ ആയിരുന്നു, ഈ ഒരു ഐസ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇവോപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇവോപ്പറേറ്റീവ് കൂളിംഗ്? So as the name indicates, the evaporative cooling എന്ന് പറയുന്നത് is a process of in reducing the temperature of a system by evaporation of water. അതായത് വാട്ടറിൻ്റെ ഇവോപ്പറേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിന് ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ഇവോപ്പറേറ്റീവ് കൂളിങ്ങിൽ ചെയ്യുന്നത്. Human beings are dissipate their metabolic heat by evaporative cooling if the ambient temperature is more than the skin temperature. And animals such as hippopotamus and buffalo coat themselves with the mud for the evaporative cooling. അതായത് സാധാരണ മനുഷ്യന്മാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് വളരെ ചൂടുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. വളരെ ചൂടുള്ളൊരു ഏരിയയിൽ, അതായത് പുറത്തുള്ള ടെമ്പറേച്ചർ നമ്മളെക്കാൾ വളരെ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റും, നമ്മൾ വേർക്കാൻ തുടങ്ങും അല്ലേ. നമ്മൾ വേർക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, വേർപ്പ് വരും. അപ്പോൾ ആ വേർപ്പ് എന്ത് ചെയ്യും, ആ ഒരു വേർപ്പുള്ള സമയത്ത് നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടും, നമ്മുടെ ബോഡിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും. ഇത് നമ്മൾ ഈ ഒരു ഇവോപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വെള്ളം ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റിനെ വലിച്ചെടുക്കും. ആക്ച്വലി നമ്മൾ വേർക്കുന്ന സമയത്ത് നമ്മുടെ വേർപ്പിലുള്ള ആ വെള്ളം നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു പോർട്ടിലുള്ള ഹീറ്റിനെ, ബോഡിയിൽ നിന്ന് ഹീറ്റിനെ എടുത്ത് വലിച്ചെടുക്കും. അതാണ് ഈ ആനിമൽസും ചെയ്യുന്നത്. ആനിമൽസിൽ ഈ ഹിപ്പോപ്പൊട്ടാമസും അതുപോലെ ബഫേലോ ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചളിയെടുത്ത് നമ്മൾ അവരുടെ പുറത്ത് തേക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചളിയിലുണ്ടാകുന്ന തണുപ്പ് അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശം എന്ത് ചെയ്യും, അവരുടെ ബോഡിയിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി കൂളായിട്ട് നിൽക്കും. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. സോ ദ ഇവോപ്പറേറ്റീവ് കൂളിംഗ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഇന്ത്യ ഫോർ സെഞ്ച്വറീസ് ടു ഒബ്റ്റെയിൻ ദ കോൾഡ് വാട്ടർ ഇൻ ദ സമ്മർ ബൈ സ്റ്റോറിങ് ദ വാട്ടർ ഇൻ ദി എർത്തൻ പോട്ട്സ്. ചൂട് കാലങ്ങളിൽ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എർത്തൻ പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന നമ്മളെ കൂജ, മൺചട്ടി, മൺപാത്രങ്ങളില്ലേ, ഈ മൺപാത്രങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും, വെള്ളം നിറച്ച് വയ്ക്കും. അതായത് കൂജ പോലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തണുത്ത കൂജയിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വളരെ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ കൂജയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂജയിലൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മളെന്ത് ചെയ്യും, വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുള്ള സമയത്ത്, പുറത്തൊക്കെ വളരെ ചൂടുള്ള സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ മാതിരി വെള്ളം, നമുക്ക് തണുത്ത വെള്ളമായിരിക്കും നമുക്ക് ലഭിക്കാൻ. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വാട്ടർ പെർട്രേറ്റ് ത്രൂ ദ പോസ് ഓഫ് ദി എർത്തൻ വെസൽ to its outer surface where it is evaporated to the surrounding and absorbing its latent heat in the part from the vessel which cools the water. സോ വാട്ടർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് നമ്മൾ ഹോട്ട് വാട്ടറിൽ വെക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ഹോട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഈ ഒരു തണുത്ത കൂജയിലേക്ക് വെള്ളം നിറച്ച് വെക്കുമ്പം ഇതിന് ഈ ചെറിയ ചെറിയ പോർസ് ഉണ്ട്, അതായത് ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും ഈ ഒരു കൂജയിൽ. അപ്പോൾ അതിലൂടെ ഈ വെള്ളം, ഇതിൻ്റെ അകത്തുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് വരികയാണ്. അപ്പം പുറത്തേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പുറത്ത് വളരെയധികം ചൂട് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഇൻസൈഡ്.
സോ ആ ഒരു ചൂട് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ആ ഒരു വെള്ളം ബാഷ്പീകരിക്കും, അല്ലെങ്കിൽ അത് നീരാവിയായി പോകും, ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. ആ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പം അതിലെന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ലേറ്റൻറ്റ് ഹീറ്റ് നടക്കുന്നു. ആ ലേറ്റൻറ്റ് ഹീറ്റ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂജയിലുണ്ടാവുന്ന മൊത്തം സൈഡിലൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെ ഹീറ്റിനെ അത് വലിച്ചെടുക്കും ആക്ച്വലി. അതായത് ആ പാത്രത്തിൻ്റെ ചൂടിനെ അത് വലിച്ചെടുക്കും ആക്ച്വലി. അതായത് എന്നിട്ടാണ് അത് ഈ പറഞ്ഞ എന്താ പറയുക ഹീറ്റായിട്ട് ഈ പറഞ്ഞ മാതിരി അത് ബാഷ്പീകരിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂജേൻ്റെ ഹീറ്റിനെ അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. അതായത് സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് ആ കൂജേനെ അത് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിനത് ആ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ടെമ്പറേച്ചർ കുറയുമ്പം അതിനകത്തുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കുറയും ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണ് അതിലെ വെള്ളം തണുക്കുന്നത്. So it is said by the Pataliputra University situated on the bank of river Gangas used to induce the evaporative cooled air from the river. അത് പാടലിപുത്ര യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഗംഗയുടെ തീരത്തിലുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ക്ലേ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നദിയുടെ അടുത്ത് കിടക്കുന്ന, അപ്പോൾ അതൊരു ഇവോപ്പറേറ്റീവ് കൂളിംഗ് അതിന് ലഭിക്കും ആക്ച്വലി. ഈ നദീതീരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പാടലിപുത്ര യൂണിവേഴ്സിറ്റിക്ക് അതിന് വളരെയധികം ഒരു തണുത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് സ്യൂട്ടബിളി ലൊക്കേറ്റഡ് ചിമ്മിനീസ് ഇൻ ദ റൂം ഓഗ്മെൻറ്റഡ് ഇൻ ദ അപ്വാർഡ് ഫ്ലോ ഓഫ് ദി വാം എയർ വിച്ച് വാസ് റീപ്ലേസ്ഡ് ബൈ ദി കൂൾ എയർ. അതായത് നമ്മൾ സാധാരണ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ചിമ്മിനി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ചിമ്മിനിയിൽ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്തുള്ള ചൂട് എയറിനെ ഈ പറഞ്ഞ മുകളിലേക്കും, അതുപോലെ തന്നെ തണുത്ത് അങ്ങനെ അവിടെ എന്ത് ചെയ്യും, തണുത്ത എയർ വന്നിട്ട് പ്ലേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. In evaporative cooling, by placing a wet straw mats on the windows is also very common in India. The straw mat made from the coos adds an inherent perfume also to an air. So nowadays, the desert coolers are being used in the hot and dry areas to provide the cooling in summer. സോ ഇവോപ്പറേറ്റീവ് കൂളിംഗ് അതായത് അത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വിൻഡോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മാതിരി സ്ട്രോ മാറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, സ്ട്രോ മാറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു മാറ്റിൽ, അതായത് തണുത്ത ഒരു മാറ്റാണ്, വെള്ളം നിറച്ച് ഇതാക്കിയിട്ടുള്ള ഒരു മാറ്റാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ജനലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വിരിച്ചിടുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ മാതിരി എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം, അതായത് ചൂടിനെ അബ്സോർബ് ചെയ്യുന്നു. ആ ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ തണുപ്പ് നമുക്കത് ലഭിക്കും. ആൻഡ് സ്ട്രോ മാറ്റ്സ് എന്ന് പറയുന്നത് ഈ കൂസിൽ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്കൊരു നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും ആക്ച്വലി. ഓക്കെ, ലൈറ്റ്. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡ് നമ്മൾ പറയുന്നതാണ് കൂളിംഗ് ബൈ ദി സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന നമ്മൾ യൂസ് ചെയ്തിരുന്ന ഐസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവോപ്പറേറ്റീവ് കൂളിംഗ് ആണ്. അത് കഴിഞ്ഞ് തേർഡ് വരുന്നതാണ് നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ. അതായത് യൂസിങ് ഒരു കൂൾ ചെയ്യുന്ന നമ്മൾ സാൾട്ട് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. certain substances such as a common salt, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോമൺ സാൾട്ട്, when added to a water to dissolve in water which is absorbed in heat of the solution from the water, that is an endothermic process. This reduces the temperature of the solution. The sodium chloride salt NaCl can yield the temperature up to minus 20 degrees centigrade and calcium chloride up to minus 50 degrees centigrade in the properly insulated containers. However, it is heat in this process it has a limited application as the dissolved salt has to recovered from the solution by heating. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂളിംഗ് ബൈ സോൾട്ട് സൊല്യൂഷൻസ്. അതായത് ചില സബ്സ്റ്റൻസസ് ഉണ്ട്, സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ സോൾട്ട്, ഈ സാൾട്ട് സൊല്യൂഷൻസ് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ സാൾട്ടുകൾ നമ്മൾ ചില വാട്ടറിൽ, അല്ലെങ്കിൽ നമ്മളൊരു വാട്ടറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ വാട്ടറിൽ നിന്ന് അതെന്ത് ചെയ്യും, അതിൻ്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. സോ വാട്ടറിൽ നിന്ന് നമ്മൾ അതിനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാട്ടറിലേക്ക് സാൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സാൾട്ട് എന്ത് ചെയ്യും, ഡിസോൾവ് ആവുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എൻഡോതെർമിക് പ്രോസസ്സ് ഉണ്ടാവുന്നു. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് അതിനകത്ത് ഒരു ഹീറ്റ് ഉണ്ടെങ്കിൽ ആ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും അതിനെ ഈ പറഞ്ഞ ഒരു എന്താ പറയുക, അതിനെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ പ്രോസസ്സ്, അതായത് ഡിസോൾവ് ചെയ്യുന്ന കെമിക്കൽ പ്രോസസ്സ് ഉണ്ടാവുന്നത് ആക്ച്വലി. സോ ഇതെന്ത് ചെയ്യും, അതിൻ്റെ അകത്തുണ്ടാവുന്ന ആ സൊല്യൂഷൻ അകത്തുണ്ടാവുന്ന ടോട്ടൽ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യും, അതായത് ടോട്ടൽ സാൾട്ട് ആൻഡ് വാട്ടർ.
സോ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് നമുക്ക് -20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ എത്തിക്കാം എന്നാണ് പറയുന്നത്. അതുകൂടാതെ കാൽസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ അതിന് നമുക്ക് -50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ എത്തിക്കാം എന്ന് പറയുന്നു. അതിൽ പറയുന്നുണ്ട് പ്രോപ്പർലി ഇൻസുലേറ്റഡ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിക്കുന്നത് ആക്ച്വലി. പക്ഷേ ഇതിനൊരു ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അധികം കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിന് ചില അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സോൾട്ടിനെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷനെ കുറിച്ച്. ഈ റെഫ്രിജറേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദീസ് ഡേയ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആർട്ടിഫിഷ്യൽ മീൻസ്. So though it is very difficult to make the clear demarcation between the natural and artificial refrigeration, it is generally agreed that the history of the artificial refrigeration is begun in the year 1755. അതായത് സാധാരണയായിട്ട് റെഫ്രിജറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുക ബൈ മീൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് റെഫ്രിജറേഷനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. അതായത് പ്യുവർലി നമ്മൾ ഉണ്ടാക്കിയാൽ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക്, അതായത് ഈ പറഞ്ഞ മാതിരി ഈ ആർട്ടിഫിഷ്യലും അതുപോലെ തന്നെ നാച്ചുറലിനെയും നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജനറലി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1755 ശേഷമാണ് ഈ ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ തുടക്കം കുറിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഒരു സ്കോട്ടിഷ് പ്രൊഫസർ വില്യം കുള്ളൻ എന്ന് പറയുന്ന ഒരാളാണ് ദ ഫസ്റ്റ് റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വില്യം കുള്ളൻ എന്ന് പറയുന്ന ആൾ സ്കോട്ടിഷ് പ്രൊഫസറാണ്. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഐസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലബോറട്ടറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഐസ് ഹീ ഈസ് മെയ്ഡ് ഇൻ ഹിസ് ലബോറട്ടറി. സോ ദ ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ നമുക്ക് ബേസ്ഡ് ഓൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ഏതൊക്കെ സിസ്റ്റംസ് ആണ്, അതുപോലെ തന്നെ ലൈക്ക് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളിനനുസരിച്ച് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷനെ നമുക്ക് വേപ്പർ കംപ്രഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഗ്യാസ് സൈക്കിൾ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് മൂന്നെണ്ണം മാത്രമല്ല, ഇനിയും ഒരുപാട് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അടുത്ത ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കായിട്ട് പഠിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു, കീപ് വാച്ചിങ്. ഓക്കെ, ബൈ.